ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ രാമേശ്വരം അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ധനുഷ്കോടിക്ക്. ഗൈസ്, അമ്പലത്തിൻ്റെ ഉള്ളിലെങ്ങും വീഡിയോ അലൗഡ് അല്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, നമ്മൾ കാണിക്കാതെ. ഭയങ്കര റഷുണ്ട്, ഭയങ്കര റഷായിരുന്നു. നമ്മൾ നോർമൽ ദർശനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളായിരുന്നു. നമ്മൾ പിന്നെ സ്പെഷ്യൽ ദർശനം എടുത്തിട്ട് ഇറങ്ങി. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇറങ്ങാൻ പറ്റിയത്. 9 മണിയായപ്പോൾ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഇന്ന് നമ്മൾ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ ഇന്ന് തിരക്ക് കുറവാണെന്ന് അവർ പറഞ്ഞത്. അപ്പൊ തിരക്ക് കുറവെന്ന് പറഞ്ഞാൽ ഇതാ കണ്ടീഷനെങ്കിൽ തിരക്കുള്ള ദിവസം ഉണ്ട്. പുറമേയൊക്കെ ഫെസിലിറ്റിയും സൗകര്യങ്ങളും കുറവാ, വൃത്തിയുള്ള റോഡുകളും ഒന്നും ഇല്ല. പക്ഷെ അകത്ത് പ്രത്യേക വൈബാ, കൊള്ളാം, നല്ല ക്ഷേത്രമാണ്. റോഡിലൊക്കെ തിരക്ക് കുറവുണ്ട്. രാവിലെ ഇപ്പൊ സമയം 9 മണി. എത്രയും വേഗം ധനുഷ്കോടിയിലോട്ട് പോകാൻ കാരണം അങ്ങ് തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് തിരിച്ചിങ്ങ് ഇറങ്ങാവുന്ന എഴുതിയാ. നമ്മളെ ഈ അമ്പലത്തിനകത്തെ കേറുമ്പോ ഒക്കെ നല്ല ഇതാ. പക്ഷെ അമ്പലത്തിലോട്ട് പോവാൻ നേരം ആ റോഡും സൈഡുകളും ഒക്കെ കാണുമ്പോ നമുക്ക് പോകാനേ തോന്നുന്നില്ല. വൃത്തി എന്ന് പറയുന്നേ ഇല്ല. എന്തുവാ അത് പാർക്കിങ്ങിന് നമ്മൾ കുറെ കറങ്ങിയാ പാർക്ക് ചെയ്ത വണ്ടി. അത് നല്ല ദൂരത്തിലാ പാർക്ക് ചെയ്തത്. എന്നിട്ട് പാർക്ക് ചെയ്തെടുത്തു അമ്പലത്തിലോട്ട് പോകുന്നത് റോഡൊന്നും ശരിയല്ല, റോഡേ ഇല്ല. രണ്ട് സൈഡും പിന്നെ ഹോട്ടലുകളും വീടുകളും വൃത്തികേടാക്കിയിട്ടേക്കുക. അത് കാണും പിന്നെ അങ്ങോട്ട് പോകാം. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോ കൊള്ളാം. നമ്മളീ സ്നാനം ഒന്നും ചെയ്തില്ല. സ്നാനം എന്ന് പറഞ്ഞാൽ 22 കിണർ സ്നാനമോ തീർത്ഥ അല്ലെ. പിന്നെ കടല് അതൊന്നും ചെയ്തില്ല, ജസ്റ്റ് ദർശനം മാത്രമേ ചെയ്തുള്ളൂ. അപ്പം എന്നിട്ട് നമ്മള് ധനുഷ്കോടിക്ക് പോവാണ്. അങ്ങോട്ട് തിരക്ക് കാണുന്നില്ല ഈ റോഡില്. ഇനി അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അങ്ങ് എൻഡ് വരെ വണ്ടി പോവും. പക്ഷെ തിരക്ക് കൂടുതലാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ്. നമ്മുടെ അപ്പു ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. പേടിയാ പൊതുവെ. അവനിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒന്നും കഴിക്കത്തില്ല. ഇപ്പൊ ഇന്നലെ പകലൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, രാത്രിയിൽ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മള് അവനെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അതിനുള്ള സെറ്റപ്പ് കൊടുത്തു. പക്ഷെ ഭക്ഷണമൊക്കെ കൊടുത്തു. അവന് മൂല കയറി ഇരിക്കുക. അപ്പൊ നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തുക എന്നുള്ളതാണ്. മറ്റു ചില പ്ലാനുകളൊക്കെ മാറ്റേണ്ടി വരും. അതെ, ഇവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് രാമേശ്വരം അവിടെ ഇങ്ങോട്ട് ഇന്നലെ വന്നപ്പോ ഇതുപോലല്ലായിരുന്നു. നമ്മൾ അത് എടുത്തല്ലേ? ഇത് പാർക്കിംഗ് അല്ലേ? മറ്റേ എടുത്തായിരുന്നു പറഞ്ഞത്. അതെ, അതായിരിക്കുമോ കൊടുക്കുന്നത്? അല്ലല്ല, ഇത് വേറെ. ഇത് വേറെയാ? ശരി. இது அங்க எடுத்திருக்கல அதா ಹೌದಾ? ಇಂದಿ ಇಲ್ಲ ಪ್ಲಾಸ್ಟಿಕ್ ಬಾಟಲಾ வண்டிக்குள்ள இருந்தா இல்ல எவ்வளோ 20 ஆனதா? നല്ല ഭംഗിയുണ്ടല്ലേ? രണ്ട് സൈഡും നല്ല പച്ചപ്പും. അതെ, ഈ മരമൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. അതെ. ഗ്ലാസ് ക്ലീൻ ഇല്ല, ഗ്ലാസ് ക്ലീൻ ചെയ്യും. എന്താ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. എന്നാലും അവിടെ ത്രോ ചെയ്യരുത്, വെളിയിലിടരുത്. വണ്ടിയെ വെച്ചിട്ടാ മതി, നമ്മൾ എടുക്കാതിരുന്നാ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിരിക്കും. ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ. ലാസ്റ്റ് റോഡ് ആയിരിക്കാം. ലാസ്റ്റ് ലാൻഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് റോഡ് ആയിരിക്കുമല്ലോ.
ആയിരിക്കുമല്ലോ. ആവാ അല്ലേ? അതെ, നിങ്ങളും കൂടെ പറഞ്ഞാലേ. അത് ഇങ്ങോട്ടുള്ള പാലം. എന്റെ അതൊന്നും അല്ല, എന്റെ നേരെയാ. ഇവിടെ ഒരു ടെമ്പിളാ. നോക്ക്, ഇത് കണ്ടേ, ഇത് കണ്ട, ഇത് കണ്ട. ആ കൊള്ളാം. നമ്മൾ എവിടെയാണ്? നോക്ക, കടലിന്റെ നടുക്ക് ഒരു ചെറിയ ഒരു മണ്ണ് കണ്ടോ? അയ്യോ, ഏതില്? മരുഭൂമി. ഓ അതെ, അതേപോലത്തെ സെയിം ലൊക്കേഷൻ പോലെ ഉണ്ട് കണ്ടിട്ട്. കഴിഞ്ഞു ലാസ്റ്റ്. ഇവിടെ താമസമൊക്കെ ഉണ്ട്. ഒരു സൈഡിലെ വെള്ളത്തിന് ഒരു കളറും അങ്ങനെ മറു സൈഡ് വേറെ കളർ വന്ന കേട്ടിട്ടുള്ളത് അറിയില്ല. കാണാമല്ലോ, അതുകൊണ്ട്. പിന്നെ വേണ്ടാന്നേ, നമ്മളിപ്പോ ഒരു ഇതുണ്ടല്ലേ, എവിടെ നമ്മൾ നിക്കുന്നത് എവിടാന്ന് നോക്ക്. ഇനി കുറച്ച് മുന്നിൽ ചെല്ലുമ്പോ രണ്ട് സൈഡും വെറും കടല് മാത്രം. എല്ലാരും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഗൾഫ് ഓഫ് മന്നാർ. ഇവിടെ നിക്കാൻ കണ്ടോ? അവിടെ പോയി നിക്കാനൊക്കെ ചെയ്യാം. നമുക്കൊന്ന് പോവാം അവിടെ. ഓ മൈ ഗോഡ്, അയ്യോ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടില്ല, സ്റ്റാച്ചു പോലെ കാണുന്നില്ലേ, അവിടെ വരെ ചെല്ലണം. സൂപ്പർ അല്ലേ? എന്താവും, എന്താ ഭംഗിയാ കടല് കാണാനല്ലേ. എത്ര കണ്ടാലും മതി വരത്തില്ലേ കടല്. അതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ടേ. ഇത്രയൊക്കെ പോവാൻ പറ്റും. പിന്നെ നമുക്ക് ഇറങ്ങാം അങ്ങോട്ട്. എന്നാ ചൂടാ കേറുന്ന അകത്തോട്ടല്ലേ. ഭയങ്കര കാറ്റാണ്, ചെവി വേദന എടുക്കുന്നു. അയ്യോ, എന്നാ കാറ്റായത്. ഗൂഗിളിൽ നോക്കിയപ്പോ ധനുഷ്കോടി എന്ന് പറയുന്നത് ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. ഈ പോകുന്ന നാരോ റോഡ് ഇല്ല, അതിന് പറയുന്നത് ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവസാനം എന്നല്ലേ അർത്ഥം? ആ, അവസാനം ഉള്ളത്. അപ്പൊ പിന്നെ അവസാനം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. കറക്റ്റാണ്, പക്ഷെ ഇവിടെ ലോജിക്ക് വർക്ക് ആവത്തില്ല. എന്ത് ഇവിടെ ലോജിക്ക് വർക്ക് ആവില്ല കേട്ടോ. അതെന്താ വർക്ക് ആവത്തെ? ഞാൻ യൂഷ്വലി ഇത് ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ഫസ്റ്റ്. നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ജമ്മു കാശ്മീർ ആയിരിക്കും. അവിടെ ഏത് റോഡ് ഫസ്റ്റ് ഉള്ളത്? നേരെ ഓപ്പോസിറ്റ്, ഏകദേശം ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അങ്ങനല്ല, ഓപ്പോസിറ്റ് എന്നുള്ള പദം ഉപയോഗിക്കണ്ട, തെറ്റാ. അങ്ങനെ ധനുഷ്കോടി റീച്ച് ആയിരിക്കുകയാണ്. റോഡിലെല്ലാം മണല്, വലിയ തിരക്കൊന്നുമില്ല, വളരെ രസമുണ്ട് കാണാൻ. അതുകൊണ്ട് അല്ലേ? അതെ ഗൈസ്, സീസണിലാവുന്നതും വരാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കും, നമ്മള് വെറുത്തു പോകും ഇവിടെ വരുന്നത്. അതിപ്പോ ആൾക്കാരെ എത്തി തുടങ്ങിയില്ലായിരിക്കും ഒരു പക്ഷേ. ഇല്ല, ഇപ്പൊ സീസൺ അല്ലല്ലോ പപ്പ. ഇതിപ്പോ വെക്കേഷൻ ടൈം ഒന്നും അല്ലല്ലോ. വെക്കേഷൻ ടൈമിൽ ആരും വരാതിരിക്കുക. ഇത് ലൈറ്റ് ഹൗസാ, ഇതല്ല എന്റെ. ഇപ്പൊ ഇനിയും പോണം. അതെ, ഒരു റൗണ്ടില് വ്യൂ പോയിന്റ് അല്ലേ. എന്തായാലും ഇവിടൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. കണ്ണിന് നല്ല കുളിര്. അതെ അതെ. നോക്ക, ഇത് ഈ വഴി നോക്കേ, ഇതിനകത്തല്ലേ എന്തോ നമ്മളിങ്ങനെ പോന്നെ. അതെ, അയ്യോ, രണ്ട് സൈഡും കടല്, അതിന്റെ നടുക്കോടെ ഒരു ചെറിയ ഒരു സൂപ്പർ അല്ലേ? കൊള്ളാമെന്നോ? സൂപ്പർ അല്ലേ? കൊള്ളാമെന്നൊന്നും അല്ല. അതോ എല്ലാരൊക്കെ വിളിക്കുന്നു ഇവിടെ. ഇവിടെ ഇറങ്ങാൻ തോന്നല്ലേ? തോണ്ട് ഒരുപാട് ആൾക്കാര് അല്ലേ? കണ്ടാ? ഇവിടെ ഇറങ്ങാം, പക്ഷെ ഇത് ഡേഞ്ചർ അല്ലേ? അതെ, നമുക്ക് ഇറങ്ങിയാലോ? നമുക്ക് അങ്ങനെ ഇറങ്ങണ്ട, വെറുതെ അവിടെ നിന്നാ മതി കേട്ടോ. എന്തോ ഇത് ബോട്ടോ? ബോട്ട് മുങ്ങി കിടക്കുവാന്നോ? ആന്ന് കേട്ടോ. അല്ല അല്ല അല്ല, ബോട്ടല്ല. ആണോ? അതെന്തോ സംഭവം? ബോട്ടല്ല, അതിന്റെ ഇവിടെ എല്ലാ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസം തോന്നുന്നു.
ഇനിയിപ്പോ രണ്ട് സൈഡും ഇത് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായി, രണ്ട് സൈഡും കടല്. അതെ. ബലിതർപ്പണം അല്ലെ. ഇവിടെ ഇതിനാണ് ഫേമസ് ആയി. അതെ അതെ. ഈവൻ നമ്മള് രാമേശ്വരം ആണെന്നല്ലേ അവിടെ പിതൃകർമ്മത്തിനാണ് ആൾക്കാർ കൂടുതലും വരാറുള്ളത്. അങ്ങനെ ധനുഷ്കോടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കറക്റ്റ് സീസൺ ഗൈസ്. വലിയ തിരക്കും ഇല്ല, ഒന്നുമില്ല. വളരെ അതുപോലെ രാവിലെ അങ്ങ് വന്നോണല്ലോ. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് തിരക്ക് കൂടുതലാവുമായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള 1-2 വീടേക്കകത്ത് നിറയെ ആളുകളാ. ഇവിടെ ഒന്നും അടുക്കാൻ പറ്റത്തില്ല. അതുപോലെ മണൽക്കാറ്റ് അടിച്ചിട്ട് റോഡിലെല്ലാം മണ്ണായിരുന്നു. ഇതിപ്പോ വെള്ളം കയറി കിടക്കുന്ന സമയമുണ്ടായിരിക്കും, കാറ്റ് ഒന്നും ഇല്ലാത്ത, മണ്ണില്ലാത്ത റോഡില്. മീൻ പിടിക്കാൻ പോകുന്നേ അല്ല, അതെന്റെ അല്ലേ, ഇത്രയല്ലേ ഉള്ളു ഇവിടെ തിരക്ക്. ഇവിടോട്ടങ്ങനെ വണ്ടി ഇടാം അല്ലേ. അവിടെ ഒരു വണ്ടി വന്നു. അതും കർണാടക കേട്ടോ. ഹലോ ഹലോ, ഫേസ് ടു ഫേസ് നിൽക്കുവോ? പിന്നെ അല്ലേ അതെ, കണ്ണ് എന്റെ ഇതാണ് ധനുഷ്കോടി. എന്താ കാറ്റല്ലേ. നല്ല കാറ്റും നല്ല സ്റ്റാച്ചു. പിന്നെ നമ്മുടെ അപ്പു വണ്ടിക്കാതാ. അത് ചൂടാ ഗൈസ്. വണ്ടിക്കകത്ത് അപ്പുവിനെ ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ നല്ല ചൂടായി കഴിഞ്ഞ പിന്നെ അപ്പുവിനെ അതിന്റെ തിരിക്കാൻ പ്രയാസമാണ്. അവനെ വെളിയിലെടുക്കാനേ പറ്റത്തില്ല. ഇതുകൊണ്ട് വൈബ്രേറ്റ് ആവുന്നുണ്ടോ? ഇത് വൈബ്രേറ്റ് ആവുന്നുണ്ടോ? വൈബ്രേറ്റ് ആണ്. ഇത് അവിടെ കയറിടി പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്നാ മതി. അതിലേക്കൂടെ തന്നെ ജമ്പ് ചെയ്യും. വാ. ഇല്ല ആകത്ത ബായില്ല, സാറില്ല. കേറി നിൽക്കരുത് ഇവിടെ. അയ്യേ ഇതിനകത്ത് ഇറങ്ങി പോവാതെ ഞാൻ അകത്ത് മണ്ടയ്ക്ക് കേറ്. അവളെ കൊണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ. എങ്ങനെ അതെ നിനക്ക് വാങ്ങിക്കുന്നില്ല അവളോട്. ധനുഷ്കോടിയിലെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. മുടിഞ്ഞ ചൂടാണ് ഇവിടെ, രക്ഷയില്ലാത്ത കുറേ ആൾക്കാരില്ല. ഭയങ്കര തിരക്കായിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. വേഗം വാ. ഓക്കെ, നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു വൈബായിരുന്നു അല്ലേ.
അങ്ങനെ ഞങ്ങളങ്ങനെ വണ്ടി കയറി ഗൈസ്. രക്ഷയില്ല, ഭയങ്കര ചൂടാണ്. നമ്മൾ വരുമ്പോൾ ഇത്രയും തിരക്കുമില്ല ഇതുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര രക്ഷമായി, തിരക്കുമായി, ഭയങ്കര ചൂടുമായി. ഓരോ ചൂടില്ലായിരുന്നു, വേർത്ത് AC ഇട്ടിട്ട് ആവുന്നില്ല, അത്ര ചൂട്. നമ്മുടെ അപ്പു ഇതിൻ്റെ അകത്തുണ്ട്. അതാ ഞങ്ങൾ അത് ടൈം സ്പെൻഡ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കയറിയത്. കാര്യം വണ്ടി ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ അവന് പിന്നെ സഹിക്കാൻ പറ്റാതാവും. അതെ 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 നല്ല നല്ല രസമുണ്ട് റോഡ് കാണാൻ അല്ലേ. അയ്യോ, ഇപ്പൊ ഉണ്ടല്ലേ രാമേശ്വരം ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്ന സമയമാണ്. നമ്മൾ കുറച്ച് വേഗം വന്നോണ്ടാണ് അത്രയും തിരക്കില്ല. ഇനി ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്നേടല്ലോ, കുറച്ചുകൂടെ നല്ലതായിരുന്നു. ശരിയാ, ഇത്ര ചൂടാണേലും പിന്നെ ഇതൊക്കെ ഒരു സംഭവമല്ലേ. ഈ ഇതിന് ശാന്തമാണ് ബംഗാൾ കടല്, നോക്കാം, ശാന്തമായ കടല്. അറബിക്കടൽ നോക്കാം, എന്തോ ഭയങ്കര തിരമാല. അവിടെ ബീച്ചാണ്, അവിടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലോ. നല്ല തിരയാണ്. വണ്ടി ഓഫ് ചെയ്യാതെ നമുക്ക് ഇറങ്ങേണ്ടി വരും. അതെ അതെ. പക്ഷെ അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ വണ്ടി നിർത്തി ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഗോസ്റ്റ് ടൗൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതെ, ഇതാണ് ഗോസ്റ്റ് ടൗൺ അല്ലേ. ഇതെന്താ ഇതിന്റെ പേരെന്തായിരുന്നു? മറ്റേ സുനാമി വന്നപ്പോൾ, അതെ, സുനാമിയോ ഒരു രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ട നഗരമാണ്. അപ്പു മോനെ, എന്താ ഇത്? അപ്പു എവിടെ പോവാന്ന് അറിയാമോ ഞങ്ങൾക്ക്? നിനക്കൊന്നും തിന്നോ കുടിക്കോ ഒന്നും വേണ്ടേ? വണ്ടി വരുന്നുണ്ടോ? പേടിക്കണ്ട, നീ താന്നോടി പറഞ്ഞേ ലക്ഷ്മി, വലത്തോട് പാനോ? കണ്ടില്ലേ, അങ്ങോട്ട് പോണ്ട, അച്ഛനടുത്തോട്ട് പോണ്ട. എവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അവിടെ അങ്ങ് ചെന്നിട്ടാ നമ്മള് ഇപ്പൊ പോകുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമും അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ്. അതിപ്പോ മ്യൂസിയം അല്ലേ അല്ലേ? അതെ അതെ, ആണെന്ന് പറയുന്നു. അതൊന്നും കാണാം. വഴികളിലൂടെയൊക്കെയാണ് പോകേണ്ടത്. ഇവിടൊക്കെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാനാണ് പ്രയാസം. ചെറിയ വഴിയല്ലേ, കുഞ്ഞു വഴികളായോണ്ട് പാർക്കിംഗ് ഇല്ല. ഈ വഴിയാ ഇത്രയും ചെറിയ റോഡാ? ആരോടും ചോദിക്കാൻ ഇത് ശ്രീ APJ അബ്ദുൽ കലാം സാറിൻ്റെ വസതിയുടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഷോപ്പിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ഇത് ഷോപ്പിങ്ങും ആവും, അവരുടെ ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നു ഷോപ്പിങ്ങും. പിന്നെ അദ്ദേഹത്തിൻ്റെ വസതി കാണാനുള്ള ഒരു എൻട്രി ഇതുവഴിയാണ്. പക്ഷേ ഷോപ്പ് കൊള്ളാം കേട്ടോ, എല്ലാ തരത്തിലുള്ള ഐറ്റംസും, കുട്ടികൾക്കുള്ളതും അല്ലാത്ത വീട്ടിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അധികം വലിയ വിലയില്ല, ചിലതിനൊക്കെ വിലയുണ്ട്, എന്നാൽ ചില ഐറ്റംസിനൊക്കെ വലിയ വിലകളൊന്നുമില്ല. നല്ല ഷോപ്പാണ്.
ഇതാണ് അബ്ദുൽ കലാം സാറിൻ്റെ വീട്. വീഡിയോ അവിടെ എടുക്കാൻ അലൗഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ആ ബോർഡ് കാണുന്നത്, ലക്ഷ്മണ തീർത്ഥം എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ ഒരു കുളം പോലെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അത് അത്ര വൃത്തിയൊന്നുമല്ല, എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് പാമ്പൻ ബ്രിഡ്ജിലെത്തി കേട്ടോ. ഇന്നലെ രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രിയാണ് നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് വഴി കടന്നു പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നാളെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം പകൽ കാണാൻ പറ്റുമെന്ന്. അതെ, ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി. പാമ്പൻ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള പുതിയ റെയിൽവേ ട്രാക്കും പഴയതും ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പാമ്പൻ ബ്രിഡ്ജ് കിട്ടിയാ? കിട്ടി. അവിടെ പണ്ട് കൂമ്പാരിട്ടേക്കുന്ന ഇവിടങ്ങളിലുള്ളവർക്ക് ഇപ്പൊ ഒന്നും കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട. അപ്പോൾ നമ്മളൊരു ഉപ്പുപാടം കണ്ടു. അതൊന്ന് നോക്കിയേക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ, അതിൻ്റെ പ്രോസസ്സൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.